കേരളത്തിലേക്കും ദക്ഷിണ കർണാടകയിലേക്കും രാസലഹരികൾ വൻതോതിൽ വിറ്റഴിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിപ്പിടിയിൽ ആലപ്പുഴ സ്വദേശിയ രവീഷ് കുമാറിനെയാണ് അതിസാഹസികമായ ഓപ്പറേഷനൊടുവിൽ ഡൽഹിയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ജാമ്യത്തിലിറങ്ങിയ പ്രതി മുങ്ങുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഡൽഹിയിലെത്തി പോലീസ് കൈയോടെ ഇയാളെ പിടികൂടിയത്. വയനാട് ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും തിരുനെല്ലി പോലീസും ഡൽഹി പോലീസിന്റെ സഹായത്തോടെയാണ് കാൺപൂരിലെ രാജു പാർക്ക് എന്ന സ്ഥലത്തു നിന്നും രവീഷ് കുമാറിനെ പിടികൂടിയത്. തിരുനെല്ലി സ്റ്റേഷനിലെ ലഹരി കേസിൽ റിമാൻഡിൽ കഴിഞ്ഞുവരികയായിരുന്നു ഇയാൾ. വിവാഹാവശ്യത്തിന് എന്ന വ്യാജേനെ ജാമ്യാപേക്ഷ സമർപ്പിച്ച് 10 ദിവസത്തെ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. ഇതിനുശേഷം മുങ്ങിയ ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. 2024 ജൂലൈയിൽ 265 ഗ്രാം മെത്താഫിറ്റമിനുമായി കാസർഗോഡ് പുല്ലൂർ പാറപ്പള്ളി വീട്ടിൽ കെ മുഹമ്മദ് സാബിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിന്റെ തുടരന്വേഷണത്തിലാണ് സാബിറിന് ലഹരി കൈമാറിയത് രവീഷ് എന്ന് വ്യക്തമായത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇയാളെ പിടികൂടുകയും റിമാൻഡ് ചെയ്യുകയുമായിരുന്നു. നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലിയുണ്ടായിരുന്ന രവീഷ് ആ ജോലി ഉപേക്ഷിച്ച് സുഹൃത്തുക്കളുമായി ചേർന്ന് ലഹരി കടത്ത് തുടങ്ങുകയായിരുന്നു. കർണാടകയിലും കേരളത്തിലെ വയനാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വ്യാപകമായി ലഹരി കടത്തിയിരുന്ന സംഘത്തിലുൾപ്പെട്ട ആളാണ് രവീഷ്. ലഹരി കടത്ത് സംഘങ്ങൾക്കിടയിൽ ഡ്രോപ്പേഷ്, ഒറ്റൻ എന്നീ പേരുകളിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാളുമായി അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.